അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽ റഷീദ് സുബ്ഹാന, മാർഗദർശനം നൽകുന്നവനായ അള്ളാഹു എന്ന അള്ളാഹുവിൻ്റെ ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. റഷീദ് എന്ന് പറഞ്ഞാൽ അല്ലദീ തൻസാഖു തദാബീറുഹു ഇലാ ഗായതിഹാ അലാ സബീലി സദാദ് മിൻ ഗൈരി ഇശാറത്തി മുർഷിദിൻ മുഷീരിൻ വലാ തസ്ദീദി മുസദ്ദിദിൻ. അള്ളാഹുവിൻ്റെ നിയന്ത്രണവും ഇടപെടലുകളും ആരുടെയും സഹായമോ സാന്നിധ്യമോ ഇല്ലാതെ ലക്ഷ്യം പ്രാപിക്കുന്ന വിധം മാർഗദർശനം നൽകുന്നവനാണ് അള്ളാഹു എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. എല്ലാ ജീവജാലങ്ങൾക്കും അള്ളാഹു ഒരു ലക്ഷ്യം വെച്ചിട്ടുണ്ട്. എവ്രി ലിവിംഗ് തിങ് ഹാസ് എ പർപ്പസ്. ആ ഒരു പർപ്പസിലേക്ക് ജീവികളെ, മനുഷ്യരെ, അള്ളാഹുവിന്റെ സംവിധാനങ്ങളെ അള്ളാഹു എത്തിക്കുകയാണ്. അതാണ് റഷീദ് സുബ്ഹാന. അള്ളാഹു റുഷ്ദ് എന്ന് പറഞ്ഞാൽ തന്നെ ഹിക്മത്ത് നിറഞ്ഞത് എന്നാണ് അർത്ഥം. റുഷ്ദ് എന്ന് പറഞ്ഞാൽ കാര്യങ്ങളെ യഥാവിധം മനസ്സിലാക്കി ലക്ഷ്യത്തിലേക്ക് കൃത്യമായും ശ്രദ്ധ വെച്ച് നീങ്ങാനുള്ള അള്ളാഹു നൽകുന്നൊരു കഴിവ്, ലക്ഷ്യം പ്രാപിക്കുക എന്നത്. ഹിദായത്തിന്റെ ഒരു വശം റുഷ്ദിലുണ്ട്. അതുകൊണ്ടാണ് സന്മാർഗം കാണിക്കുന്നവനായ അള്ളാഹു എന്ന് അതിന് പരിഭാഷപ്പെടുത്താൻ കാരണം. എങ്ങനെ റബ്ബ് കാര്യങ്ങൾ ചെയ്യുന്നു എന്നുപോലും നമ്മൾ വിചാരിക്കാത്ത രീതി. പക്ഷെ ഇത് കാണാനൊരു കണ്ണുണ്ടായാൽ മനസ്സിലാവും. അള്ളാഹു ഈ ഭൂമിയിൽ നമ്മളോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അസ്മാഉൽ ഹുസ്ന പഠിക്കുമ്പോൾ നമ്മൾ അതാണ് അറിയുന്നത്. അള്ളാഹുവിന്റെ കഴിവ് മുത്ലഖാണ്. ആരോ നമ്മുടെ ഒരാൾ പ്രസംഗിക്കുന്നത് കേട്ടു, ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിൽ, അല്ലെ, ഭൂമിയിലൊന്നും ചെയ്യാനില്ലാത്ത പടച്ചവൻ പിന്നെ സ്വർഗത്തിൽ ചെയ്തിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കുന്നത്. സംഗതി ഭൂമിയിൽ അള്ളാഹുവിന്റെ ഇടപെടൽ കാണാനുള്ള കണ്ണില്ലാത്തത് കൊണ്ടല്ലേ. എല്ലാം റബ്ബിന്റെ ഇടപെടലല്ലേ. നമ്മുടെ ശരീരവും നമ്മുടെ ജീവിതവും നമ്മുടെ ക്രയവിക്രയങ്ങളടക്കം നമ്മുടെ ചോയ്സ് എല്ലാം, നമ്മുടെ എല്ലാ വ്യവഹാരങ്ങൾ, ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംവിധാനങ്ങൾ, ഇതൊക്കെ അള്ളാഹുവിന്റെ ഇടപെടലുകളല്ലേ. വമിൻ ആയാതിഹി ഖൽഖുസ് സമാവാതി വൽ അർദ്. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളല്ലേ ഈ പ്രപഞ്ചം മുഴുവനും. അള്ളാഹു തആല ചോദിക്കുകയാണ്, അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ. നിങ്ങൾ വെറുതെ ഉണ്ടായതാണോ, അല്ല നിങ്ങൾ ഉണ്ടാക്കിയതാണോ? രണ്ടും അല്ലല്ലോ. അപ്പൊ പിന്നെ മൂന്നാമതൊരാൾ ഉണ്ടാക്കിയതാണ്. ആ ഉണ്ടാക്കിയ ഖാലിഖിന്റെ പേരാണ് അള്ളാഹ്. ഇതാണ് ഖുർആൻ പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുദ്റത്തുകൾ മുത്ലഖാണ് എന്ന് പറയും. നമ്മുടേത് മുഖയ്യദാണ്. നമുക്ക് പരിമിതികളുണ്ട്. നമ്മുടെ കയ്യെത്തും ദൂരത്തുള്ള സാധനം ടച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അതിനപ്പുറത്ത് ടച്ച് ചെയ്യാൻ കഴിയില്ല. അങ്ങോട്ട് അടുത്ത് നീങ്ങിപ്പോവണം. കൃത്യമായ ഡെസിമൽ സൗണ്ടേ നമുക്ക് കേൾക്കാൻ കഴിയുള്ളൂ. അതിന്റെ ബിലോ ആണെങ്കിലും അതിന്റെ എബവ് ആണെങ്കിലും നമുക്ക് കേൾക്കാൻ കഴിയില്ല. കണ്ണുകൾക്ക് പരിധിയുണ്ട്. നമ്മുടെ അഖലിന്, ബുദ്ധിക്ക് പരിമിതിയുണ്ട്. അള്ളാഹുവിൻ്റെത് ലാ മഹ്ദൂദ്. അള്ളാഹുവിന്റെ ഖുദ്റത്ത് മുത്ലഖൻ ഖുദ്റത്താണ്. അള്ളാഹു ആദിലാണ്, നീതിമാനാണെന്ന് പറഞ്ഞാൽ അള്ളാഹു തആല മുത്ലഖൻ ആദിൽ. എന്താ മുത്ലഖ് എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിന്റെ നീതിക്ക് തുല്യമായിട്ട് ഒന്നുമേയില്ല. അള്ളാഹു ചെയ്യുന്നത് മുഴുവൻ നീതിയാണ്. മനുഷ്യരിൽ ജഡ്ജിമാരുണ്ടാകും. 100 കേസ് വന്നതിൽ ഒരു 90 കേസെങ്കിലും നീതിയുക്തമായി വിധി പറഞ്ഞാൽ അയാൾ നീതിമാനാണെന്ന് മനുഷ്യന്മാർക്ക് പറയാൻ പറ്റും. നേരെമറിച്ച് അള്ളാഹു കോടിക്കണക്കിന് ആളുകളെയാണ് റബ്ബ് തആല ഇവിടെ തർബിയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു തആല തീറ്റിപ്പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിലേതെങ്കിലും ഒരു വ്യക്തിയോട് അള്ളാഹുവിന്റെ നീതി റബ്ബ് കാണിച്ചില്ല എന്ന് വന്നാൽ അള്ളാഹു ആദിലല്ല എന്ന് വരും. 7 ബില്യൺ ആളുകളുണ്ടെന്ന് വിചാരിക്കുക. 7 ബില്യണിൽ ഒരു മനുഷ്യനോട് അള്ളാഹു നീതി കാണിച്ചില്ലെങ്കിൽ അള്ളാഹുവിനെ സംബന്ധിച്ച് ആദിൽ എന്ന് പറയില്ല. അള്ളാഹു അയാളോടടക്കം എല്ലാറ്റിനോടും നീതി പാലിക്കുന്നവനാണ്. പരമമായ നീതി, അതാണ് അള്ളാഹുവിന് കഴിവെന്ന് പറഞ്ഞാൽ പരമമായ കഴിവ്. അങ്ങനെ അള്ളാഹുവിനെ പറ്റി മനസ്സിലാക്കുമ്പോൾ നമ്മൾ എത്രയെല്ലാം അത്ഭുതമുള്ള സംഭവങ്ങൾ നമ്മുടെ കൺമുമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അള്ളാഹുവിന്റെ കഴിവിന്റെ നിദർശനങ്ങൾ ഒരുപാടുണ്ട്. അമ്പിയാക്കന്മാരുടെ ചരിത്രങ്ങൾ പറഞ്ഞത് അതുകൊണ്ടാണ്, ബോധിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് അല്ലാഹു തആല ഖലഖ ഫസവ്വ. അല്ലാഹു തആല സൃഷ്ടിക്കുക മാത്രമല്ല, അതിന്റെ കൃത്യമായ ഗൈഡൻസ് ഫഹദാ. അല്ലാഹു തആല അതിനാവശ്യമായ മാർഗദർശനങ്ങളും ഓരോ ജീവിക്കും റബ്ബ് നൽകി. ഇതിനൊന്നും സയൻസിന് ഉത്തരല്ല. എങ്ങനെ സംഭവിക്കുന്നു? അങ്ങനെ സംഭവിക്കുന്നു. ആര് പഠിപ്പിച്ചു? കുഞ്ഞിന്, പശുക്കിടാവിന് നീന്താൻ ആര് പഠിപ്പിച്ചു എന്ന് ചോദിച്ചാൽ എന്താ പറയാ? ആര് പഠിപ്പിച്ചു? ആരുമില്ല. അള്ളാഹു റബ്ബ് തആലയല്ലാതെ. അള്ളാഹുവിന്റെ കഴിവിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കണം. റബ്ബ് തആല മൻ കാന അല്ലാഹു മഅഹ്. അള്ളാഹു നമ്മോട് കൂടെയുണ്ടെങ്കിൽ, നമ്മൾ അള്ളാഹുവിന്റെ കൂടെയുണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തിലെല്ലാം എളുപ്പമാണ്.
അള്ളാഹു റഷീദാണ്. അള്ളാഹു ഓരോരുത്തരെയും ഹിദായത്തിന്റെ വഴിയിലേക്ക് നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യാത്ത അസ്ബാബുകളിലൂടെ അള്ളാഹു വഴി നടത്തുന്നവനാണ്, സന്മാർഗദർശനം നൽകുന്നവനാണ്. നമ്മൾ വിചാരിക്കും ദലാലത്തിന്റെ വഴിയാണെന്ന്. പക്ഷെ ആ ദലാലത്തിന്റെ വഴിയെന്ന് നമ്മൾ വിചാരിച്ചാലും അതിനിടയിൽ അള്ളാഹു ചില ഹിദായത്തിന്റെ ചില സിഗ്നലുകൾ ചില ആളുകൾക്ക് അള്ളാഹു കൊടുക്കും. അവിടെ നിന്ന് അവർ നന്നായിട്ട് വരും. അള്ളാഹു റഷീദാണ്. റഷീദ് എന്ന് പറഞ്ഞാൽ റഷീദുൻ യുഹിബ്ബു അഹ്ല റുഷ്ദ്, തന്റെ ഇടത്തോടുകൂടെ ജീവിക്കുന്ന ആളുകളെ അള്ളാഹുവിന് ഇഷ്ടമാണ്. വഹുവല്ലദീ ജഅല മൻ യുഹിബ്ബുഹു മിൻ ഖൽഖിഹി കദാലിക്, അള്ളാഹു ചാല ഇഷ്ടപ്പെടുന്ന ചില ആളുകളെ റബ്ബിന്റെ സൃഷ്ടികളിലും അള്ളാഹു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വഅഅതാഹു മിനസ് സിഫാത്തി മാ ഷാ, അള്ളാഹു ഉദ്ദേശിക്കുന്ന ഒരുപാട് നല്ല ഗുണങ്ങൾ ചില ആളുകൾക്ക് അള്ളാഹു വാരിക്കോരി കൊടുത്തു ഭൂമിയിൽ. അവരാളുകൾ ഇഷ്ടപ്പെടുന്നു. ആക്ഷേപങ്ങൾ ഉണ്ടായിരിക്കാം, കളിയാക്കുന്നവരുണ്ടായിരിക്കാം, പക്ഷെ മുഅ്മിനീങ്ങളുടെ ഖൽബിനുള്ളിൽ അവർ ജീവിക്കുകയാണ്. വജഅലഹു വഅംസകഹാ അമ്മൻ യുബ്ഗിദുഹു, അള്ളാഹു ദേഷ്യപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു ഈ ഗുണങ്ങളൊന്നും കൊടുത്തില്ല. വജഅലഹു അലാ അദ്ദാദിഹ, ജനങ്ങൾ ഇഷ്ടപ്പെടാത്ത സ്വഭാവങ്ങളാണ് ആ മനുഷ്യനുണ്ടാകുന്നത്. ഫഹാദാ അദ്ലുഹു, ഹിദായത്ത് കൊടുത്തത് റബ്ബിന്റെ നീതിയാണ്. വഹാദാ വദാക ഫദ്ലുഹു വല്ലാഹു ദുൽ ഫദ്ലിൽ അദീം, അല്ലാഹുവിന്റെ ഔദാര്യമാണ് ഹിദായത്ത് കൊടുക്കുന്നത്. അല്ലാഹുവിന്റെ ഹിദായത്ത് വേണ്ടെന്ന് വെച്ച ആൾക്ക് കൊടുക്കാതിരിക്കുന്നത് റബ്ബിന്റെ നീതിയുമാണ്. അള്ളാഹുവിന്റെ അദലും ഫദ്ലുമുണ്ട്. നമ്മൾ ചോദിക്കുന്നത് അല്ലാഹുവേ ആമിൽനാ ബിഫദ്ലിക ലാ ബിഅദ്ലിക, പടച്ചോനെ ഞങ്ങളോട് നീതി കാണിക്കണേന്ന് അള്ളാഹുവിനോട് പറഞ്ഞാൽ നമ്മളൊക്കെ നരകത്തിലേക്ക് പോകേണ്ടി വരുന്നതാണ്. അള്ളാഹു നീതി പോലെ ഓരോ നിഅമത്തിനും ശുക്ർ നമ്മൾ ചെയ്തിട്ടുണ്ടോ? ഇബാദത്തെ വേണ്ട വിധത്തെ ചെയ്തിട്ട് നമ്മൾ തൗബ ശരിയായിട്ടുണ്ടോ? ഇങ്ങനെ അള്ളാഹു കീറി മുറിക്കാൻ തുടങ്ങിയാൽ നീതി പാലിച്ചുകൊണ്ട് നമ്മൾ അള്ളാഹു നരകത്തിലേക്ക് കൊണ്ടുപോകും. അള്ളാഹുവിനോട് ചോദിക്കുന്നു, റബ്ബേ അല്ലാഹുമ്മ ആമിൽനാ ബിഫദ്ലിക ലാ ബിഅദ്ലിക, അള്ളാഹു നീ ഞങ്ങളെ നിന്റെ ഔദാര്യം കൊണ്ട് സ്വീകരിക്കണമേ. ഔദാര്യം. അള്ളാഹു നമുക്ക് റുഷ്ദ് തരുന്നത് അള്ളാഹു റഷീദാണ്. അള്ളാഹു മാർഗദർശനം നൽകുന്നവനാണ്. ആ റുഷ്ദിന്റെ അള്ളാഹുവിന്റെ ഒരു രീതി മിൻ ഖിലാലി മഖ്ലൂഖാതിഹി വ കുതുബിഹി വ റസുലിഹി, ഒന്ന് അള്ളാഹുവിന്റെ സൃഷ്ടികളിലൂടെ അള്ളാഹു നമുക്ക് സന്മാർഗദർശനം തരും. അള്ളാഹുവിന്റെ സൃഷ്ടികൾ, മറ്റൊന്ന് വ കുതുബി അള്ളാഹുവിന്റെ കിതാബുകൾ, മറ്റൊന്ന് വ റസുലി അള്ളാഹുവിന്റെ മുർസലീങ്ങൾ. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാണ് സൃഷ്ടിജാലങ്ങൾ മുഴുവനും. സൃഷ്ടിജാലങ്ങൾ എല്ലാ സൃഷ്ടിയും സൃഷ്ടാവിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇലാഹുക്കും ഇലാഹും വാഹിദ്, നിങ്ങളുടെ ആരാധ്യനായ അള്ളാഹു ഒരേ ഒരുത്തൻ മാത്രമാണ്. കാരണം മനുഷ്യൻ പലതിനെയും ആരാധിക്കും ലോകത്ത്. മദ്യം ലഹരിയെ ആരാധിക്കുന്ന മനുഷ്യന്മാരുണ്ട്, പൈസയെ ആരാധിക്കുന്ന അങ്ങേയറ്റത്തെ ആഗ്രഹമാണ്. വ്യഭിചാരത്തെ ആരാധിക്കുന്നവരുണ്ട്, വഞ്ചനയെ പുൽകുന്നവരുണ്ട്. ഇങ്ങനെ മനുഷ്യന്റെ ഹൃദയത്തിനുള്ളിൽ ഒരു വസ്തുവിനോടുള്ള ആരാധന പ്രകൃതിയെ പടച്ചുണ്ടാക്കിയതാണ്. അത് അള്ളാഹുവിന്റെ വഴിയിലേക്ക് പോയില്ലെങ്കിൽ അത് പല പ്രേമമായിട്ടും അല്ലാതെ ഈ ലഹരിയായിട്ടും വഴിവിട്ടും വഴികേടിലേക്കും അതങ്ങ് പോയി പോകും. അത് അള്ളാഹുലേക്ക് ഡയറക്റ്റ് ചെയ്താൽ പരിശുദ്ധമായൊരു സ്നേഹമായി അതിനെ കൊണ്ടു നടക്കാൻ പറ്റും. അത് സന്തോഷം കിട്ടുന്ന സ്നേഹമാണ്. ഒരു മനുഷ്യൻ ചെയ്യുന്ന ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന ചില നന്മകളാണ് അവരെ ഇസ്ലാമിലേക്ക് എത്തിക്കുന്നത് എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാമില്ലാത്ത ആളാണ്, പക്ഷെ അയാൾ സത്യസന്ധനായിരിക്കും, ഒരാളെയും ചതിക്കൂല, ദുസ്വഭാവങ്ങളില്ല, വേണ്ടാത്തരം ഒന്നും ചെയ്യില്ല. അങ്ങനെ നടക്കുന്ന അവിശ്വാസികളാണെങ്കിൽ അവർക്ക് ഹിദായത്ത് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ്. അസ്ലംത അലാ മാ അസ്ലഫ്ത മിൻ ഖൈർ, നിങ്ങൾ ചെയ്ത നന്മയുടെ കാരണത്താലാണ് നിങ്ങൾക്ക് അല്ലാഹു ഹിദായത്ത് നൽകിയത് എന്ന് കുഫറിൽ നിന്ന് ഈമാനിലേക്ക് വന്ന ഒരാളോട് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആകത്തുക നമ്മൾ മനസ്സിലാക്കുക, അള്ളാഹു എന്താണോ നമ്മോട് ചെയ്യാൻ പറഞ്ഞത്, എന്ത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ അത് നമ്മൾ പിൻപറ്റുന്നതിലൂടെ റഷീദായ അള്ളാഹുവിനെ നമ്മൾ പിൻപറ്റുന്നത്. ഇപ്പൊ വലിയൊരു VIP ഒരു കാര്യം ഡിസൈഡ് ചെയ്യുകയാണെങ്കിൽ ചുറ്റും 8-10 ആളുകൾ ഉണ്ടാവും. അതിൽ എഞ്ചിനീയർ ഉണ്ടാവും, ഡോക്ടർ ഉണ്ടാകും, എക്കണോമിസ്റ്റ് ഉണ്ടാവും, കെമിസ്റ്റ് ഉണ്ടാവും, എന്തൊക്കെ ആവശ്യമുണ്ടോ ഡിസൈനർ ഉണ്ടാകും. ഓരോ വിഷയത്തിലും അതിൽ മാസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകളെയാണ് ഇവർ VIP കൊണ്ടുനടക്കുക. അവർക്കൊരു വിഷയത്തിൽ സംശയം, അവരാണ് പറയുന്നത്. ഈ മെഡിസിനൊക്കെ എടുക്കാൻ പറ്റുമോ, ഞാൻ എന്ത് മെഡിസിനാണ് എടുക്കേണ്ടത്, അപ്പൊ അവരുടെ പേഴ്സണൽ ഡോക്ടറാണ് മറുപടി കൊടുക്കുന്നത്. എഞ്ചിനീയർ, ഏറ്റവും നല്ല നിപുണനായ എഞ്ചിനീയർ. VVIPകളായ ആളുകൾ അങ്ങനെയല്ലേ, അവർക്ക് ചുറ്റും എക്സ്പേർട്ടുകൾ കൂടെ ഉണ്ടാവും.
ആ എക്സ്പേർട്ടിന്റെ ഒരു അഭിപ്രായം ഇയാൾ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? ആ എക്സ്പേർട്ടിന് അദ്ദേഹം പഠിച്ചെടുത്ത മുഴുവൻ ഇൽമിന്റെയും ഉപകാരം ഇയാൾക്ക് അയാളുടെ അഭിപ്രായം സ്വീകരിക്കുന്നതിലൂടെ കിട്ടി, അല്ലെ? അയാൾ പഠിച്ചുണ്ടാക്കിയത് മുഴുവൻ ഇയാൾ പഠിച്ചിട്ടില്ല, പക്ഷെ അത് പറഞ്ഞതുപോലെ ചെയ്തതിനാൽ ആ അറിവിന്റെ മുഴുവൻ ഫലവും ഇയാൾക്ക് കിട്ടിയില്ലേ? എന്നതുപോലെ അല്ലാഹു ഖബീറാണ്, എല്ലാം അറിയുന്നവനാണ്. അല്ലാഹു റഷീദാണ്. അല്ലാഹുവാണ് എല്ലാറ്റിനും മാർഗദർശനം ഏത് നിലക്കും നൽകാൻ കഴിയുന്ന അല്ലാഹുവാണ്. ആ റബ്ബിന്റെ നിയമങ്ങൾ, ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യരുത്, ഇന്നത് ഹലാലാണ്, ഇന്നത് ഹറാമാണ്, ഇന്നത് കറാഹത്താണ്, ഇന്നത് സുന്നത്താണ്, ഇന്നത് മുബാഹാൻ, ഇന്നത് മുസ്തഹബാൻ എന്ന ദീനിന്റെ മസ്അലകൾ അനുസരിച്ച് നമ്മൾ ജീവിച്ചാൽ എല്ലാം അറിയുന്ന റബ്ബ് തആലയുടെ ഇൽമിൽ നിന്നാണ് നമ്മൾ ഉപകാരപ്പെടുന്നത്. ഓരോ ലോകത്ത് ഓരോരുത്തരും പഠിച്ച് തെറ്റും തിരിച്ചും മറിച്ചും പഠിച്ചും തിരിച്ചും അങ്ങനെ കാലം തീർക്കുന്നതിനേക്കാളും നല്ലത് എല്ലാം അറിയുന്ന റബ്ബിന്റെ ഒരു വചനം സ്വീകരിച്ചാൽ പോരെ? അതല്ലേ വിജയം? അങ്ങനെ അള്ളാഹുവിനെ നമ്മൾ ശരിക്കും അനുസരിക്കുമ്പോൾ അള്ളാഹുവിന്റെ മുത്ലഖായ ഹിക്മത്തും റുഷ്ദും അള്ളാഹു നമുക്ക് തരും. മനസ്സിന് സമാധാനം ഉണ്ടാവും. മനസ്സിന് സമാധാനം ഉണ്ടാവാനായി ഈ നിയമങ്ങളും ഖുർആനും ഹദീസും ഒക്കെ. അള്ളാഹുവിന് അവകാശപ്പെട്ടതാണ് ഏറ്റവും മനോഹരമായ നാമങ്ങൾ. അള്ളാഹുവിൻ്റെ ഇസ്മുകൾ ഹുസ്നയാണ് എന്ന് പറയുമ്പോൾ, അള്ളാഹു ഖാദിറാണ് എന്ന് പറഞ്ഞാൽ കഴിവുള്ളവനാണ്. അതിൽ അഹ്സനായ ഖുദ്റത്ത്, ഏറ്റവും നല്ല ഖുദ്റത്ത് അള്ളാഹുവിൻ്റെതാണ്. അള്ളാഹു അലീമാൻ എന്ന് പറയുമ്പോൾ അള്ളാഹു ദ ഓൾ നോയിങ്, അള്ളാഹു എല്ലാം അറിയുന്നവനാണ്, ഏറ്റവും നന്നായി അറിയുന്നവനാണ്. ഏത് ഗുണത്തെയും അഹ്സന് കൊണ്ട് ബന്ധിപ്പിക്കണമെന്നാണ്. അപ്പോഴാണ് അസ്മാ ഉൽ ഹുസ്ന, അൽ അസ്മാ ഉൽ ഹുസ്ന, എന്തൊക്കെ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളുണ്ടോ അതൊക്കെ ഇൻ ഇറ്റ്സ് ബെസ്റ്റ് ഫോം, എല്ലാ തരത്തിലും നമുക്ക് നമ്മുടെ ചിന്തകൾക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്തതിലപ്പുറം അതിൻ്റെ പരിശുദ്ധമായ പരിശുദ്ധിയിലും അതിൻ്റെ ഏറ്റവും ഉച്ചയായ അവസ്ഥയിലുമാണ് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ കിടക്കുന്നത്. അള്ളാഹു റഷീദാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മാർഗദർശനം നമ്മുടെ ദുന്യാവിൻ്റെയും ആഖിറത്തിൻ്റെയും വിജയം അതിനടിസ്ഥാനപ്പെടുത്തി ഇരിക്കുകയാണ്. മനുഷ്യൻ ആഗ്രഹിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, സലാമത്ത് വേണം, സുരക്ഷ വേണം, സമാധാനം വേണം, രക്ഷ വേണം. നമ്മുടെ ആരോഗ്യത്തിൽ രക്ഷ വേണം, ജീവിതത്തിൽ, നാളെ ഖബറിൽ, നാളെ മഹ്ശറയിൽ ഒക്കെ രക്ഷ വേണം. പിന്നെ അസ്സആദ, സന്തോഷം വേണം. ഇത് രണ്ടും ആഗ്രഹിക്കാത്ത മനുഷ്യന്മാരില്ല. സേഫ്റ്റി വേണം, ഹാപ്പിനെസ്, മനുഷ്യൻ സന്തോഷവാനായിരിക്കണം. ഇത് രണ്ടും സർവജ്ഞാനിയായ എല്ലാം അറിയുന്ന അള്ളാഹുവിനെ അനുസരിക്കുന്നത് കൊണ്ട് മാത്രമേ ഇത് ലഭിക്കുള്ളൂ. ഖബീറായ അള്ളാഹു, എല്ലാം അറിയുന്നവനായ, എല്ലാ വിഷയങ്ങളുടെയും പരമമായ അറിവ്. നമ്മളത് പരിചയം എന്ന് പറയും. അള്ളാഹുവിനെ സംബന്ധിച്ച് പരിചയം എന്ന് പറയേണ്ടതില്ല. അള്ളാഹുവിൻ്റെ ഇൽമാണ് അള്ളാഹുവിൻ്റെ ഖിബ്റത്ത് എന്ന് പറയുന്നത്. അങ്ങനത്തെ അള്ളാഹുവിനെ അനുസരിക്കൽ കൊണ്ട് മാത്രമേ അനന്തമായ സന്തോഷവും അതുപോലെ രക്ഷയും സലാമത്തും സആദത്തും അള്ളാഹുവിൻ്റെ അനുസരണ കൊണ്ടേ കിട്ടുള്ളൂ. റുഷ്ദ് എന്ന് പറഞ്ഞാൽ അസ്വലാഹു വൽ ഇസ്തിഖാമ, വഴിതെറ്റിപ്പോകുന്നതിനാണ് ഗയ്യ്, ദലാലത്ത് എന്ന് പറയാ. വലദ്ദാലീൻ, വഴിതെറ്റിപ്പോകുന്നവർ. അതിൻ്റെ ഓപ്പോസിറ്റാണ് റുഷ്ദ്. നമ്മൾ GPS നോക്കിയിട്ട് യാത്ര ചെയ്യുന്നു. റോഡ് സൈഡുകളിൽ നമുക്ക് മാർഗരേഖകളുണ്ട്, സൈൻ ബോർഡുകളുണ്ട്. ഇത് നോക്കാതെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കാലം വെറുതെ കറങ്ങിത്തിരിയും, ലക്ഷ്യസ്ഥാനത്തേക്ക് നമ്മൾ എത്തൂല്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല റഷീദാണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ ജീവിക്കേണ്ടത്, ഏതാണോ വിജയത്തിന്റെ വഴിയെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരാണ്. അതുകൊണ്ട് പഴച്ചു പോവില്ല. അല്ലാഹു റാഷിദാണ്, റഷീദാണ്. റാഷിദ് എന്ന വാക്കിന്റെ ഫഈൽ എന്ന് പറയുന്ന വസനാണ് റഷീദ്. റാഷിദ് എന്ന് പറഞ്ഞാൽ ശരിയായ ചിന്തയുള്ള ആളെന്നാണ്. റഷീദ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ എല്ലാ ആളുകൾക്കും, എല്ലാ സൃഷ്ടികൾക്കും ആവശ്യമായ മാർഗദർശനം മുഴുവനും കൊടുക്കുന്നത് അല്ലാഹു ജല്ല ജലാലുവാണ്. അല്ലാഹു ജല്ല ജലാലുവിന്റെ മാർഗദർശന പ്രകാരമാണ് ഉറുമ്പുകൾ അടക്കം ഇവിടെ ചലിച്ചുകൊണ്ടിരിക്കുന്ന, നമുക്കിടയിൽ ജീവിച്ചുകൊണ്ടിരിക്കും. ദീൻ എന്നത് പ്രകാശമാണ്. ഇസ്ലാം ഒരു പ്രകാശമാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്ത്ഹൂറു ശത്റുൽ ഈമാൻ, ഈമാനിന്റെ പകുതി തന്നെ ശുദ്ധിയാണ്. ഹൃദയം ശുദ്ധിയാവുന്നു, ശരീരം ശുദ്ധിയാകുന്നു, പരിസരങ്ങൾ ശുദ്ധിയാവുന്നു. ആ ശുദ്ധിയുടെ മേൽ എടുക്കപ്പെടുന്നതാണ് വിശ്വാസം. ശുദ്ധമായ ഹൃദയത്തിലേക്കാണ് ഈമാൻ വരുന്നത്. പിന്നെ പറഞ്ഞു അൽഹംദുലില്ലാഹി തംലഉൽ മീസാൻ,
അൽഹംദുലില്ലാ എന്ന് ചൊല്ലുന്നത് മീസാനെ നിറക്കും, തൂക്കും. മീസാൻ, അള്ളാഹുവിൻ്റെ നന്മ തൂക്കുന്ന തുലാസ് നിറയാൻ മാത്രം ഒരു അൽഹംദുലില്ലാ മദീനാണ്. വീണ്ടും ചൊല്ലിയ വീണ്ടും അതിൽ നിറയും. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാ തംലആനി മാ ബൈന അസ്സമാവാതി വൽ അർദ്. ആകാശഭൂമികൾക്കിടയിൽ നിറയാൻ മാത്രം സുബ്ഹാനല്ലാഹിയും അൽഹംദുലില്ലായും മതി. ഒരു സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാ ആകാശഭൂമികൾക്കിടയിൽ നിറയുന്നതാണ്. അപ്പോൾ പിന്നെ മൂന്നാമത്തെ ചൊല്ലിയപ്പോൾ എന്താവും, രണ്ടാമത്തെ ചൊല്ലിയ എന്താവും എന്ന് സംശയം വേണ്ട. ഏതുപോലെ ഈ ഹാളിൽ ഒരു ലൈറ്റ് ഇട്ടാൽ അവിടെ ഫുള്ള് വെളിച്ചം കിട്ടൂലേ? 2 ബൾബ് ഇട്ട് എന്താവും? 4 ഇട്ടു, 1000 ബൾബ് കത്തിച്ചു എന്ന പോലെയാണത്. എന്നിട്ട് പറഞ്ഞു വസ്വലാത്തു നൂർ, നിസ്കാരം എന്നത് പ്രകാശമാണ്. പ്രകാശം എവിടെ ആവശ്യമുള്ളത്? ഇരുട്ടിലാണ് പ്രകാശം വേണ്ടത്. നിസ്കാരം പ്രകാശമാണ്. നിസ്കാരം കൊണ്ട് അങ്ങനെ ഒരു പ്രകാശം നമ്മുടെ ഖൽബിലേക്ക് കിട്ടുന്നത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? സുജൂദിൽ നമ്മൾ തലവെച്ച് എണീക്കുമ്പോൾ സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി എന്ന് ചൊല്ലുമ്പോൾ അല്ലാഹു അക്ബർ, അല്ലാഹുവേ വിഷയങ്ങളിൽ ഏറ്റവും വലിയ വിഷയം റബ്ബേ നിന്റെ വിഷയമാണ്, അല്ലാഹു അക്ബർ. സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി, സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി, സുബ്ഹാന റബ്ബിയൽ അഅല. ഏറ്റവും ഉന്നതങ്ങളിലുള്ള അല്ലാഹുവാണ് എൻ്റെ റബ്ബ്. ആ റബ്ബിനെ ഞാൻ സ്തുതിക്കുകയാണ്. ഞാൻ ഏറ്റവും താഴെയാണ്, ഞാൻ മണ്ണിലാണ് തലവെച്ചിട്ടുള്ളത്. ഞാൻ ഏറ്റവും അസ്ഫലു സാഫിലീൻ, അല്ലാഹു അഅലൽ അല്ലിയീൻ. സുബ്ഹാന റബ്ബിയൽ അഅല, നമ്മൾ അല്ലാഹു ഏറ്റവും മീതയാണ്, നമ്മൾ ഏറ്റവും താഴെ കിടക്കുമ്പോഴാണ് പറയുന്നത് അല്ലേ? സ്വലാത്തു നൂറുൻ, നിസ്കാരം ഒരു പ്രകാശമാണ്. ഈ അടുത്തൊരാൾ ഇസ്ലാം സ്വീകരിച്ച ഒരു അനുഭവം, ഒരു വെസ്റ്റേൺ, അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം വെളിപ്പെടുത്തിയില്ല, പക്ഷെ അദ്ദേഹം തന്നെ അനുഭവം പറയാം. അദ്ദേഹത്തിൻ്റെ 1-2 ഫ്രണ്ട്സ് അവർ നിസ്കരിക്കാൻ സമയമായപ്പോൾ അവർ നിസ്കരിക്കാൻ വേണ്ടി അന്ന് റോഡിൻ്റെ പുറത്ത് ഒരു യൂറോപ്യൻ രാജ്യത്താണ് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഇവർ നിസ്കാരത്തിൽ ചൊല്ലുന്ന ദിക്റുകളുടെ ഒരു പ്രിൻ്റ് ഇംഗ്ലീഷിലുണ്ടായിരുന്നു. ഫാത്തിഹൻ്റെ അർത്ഥവും സുബ്ഹാന റബ്ബിയൽ അലീം, സുബ്ഹാന റബ്ബിയൽ അഅല, അതിൻ്റെയൊക്കെ ദിക്റുകളുടെ മഅന ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തു. നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലല്ലോ, വേണമെങ്കിൽ ഞങ്ങൾ എന്താ പറയണമെന്ന് വേണമെങ്കിൽ കേട്ടോളൂ, അല്ലെങ്കിൽ മനസ്സിലാക്കിക്കോളൂ എന്ന് പറഞ്ഞു. അദ്ദേഹം ഇത് ഈ ഇബാദത്ത് ആദ്യമായിട്ട് കാണുകയാണ്. ഇങ്ങനെ നിസ്കാരമുണ്ട് എന്ന് ആദ്യമായിട്ട് കാണുകയാണ്. ഇങ്ങനെ ആരാധനയുണ്ട്, മനുഷ്യൻ സൃഷ്ടാവിന് ചെയ്യുന്ന പരമപ്രധാനമായ പ്രണാമം. അപ്പം അദ്ദേഹം പറയാം, ഞാൻ ആ നിസ്കാരമൊക്കെ കണ്ടു, എനിക്കൊന്നും കാര്യമായിട്ടൊന്നും മനസ്സിലായില്ല. പക്ഷെ ഞാൻ വീട്ടിലേക്ക് വന്നു, ഞാൻ ഈ പേപ്പർ ഒന്നുകൂടെ എടുത്തു, അവിടെ വെച്ചിരുന്നു, ഒന്നുകൂടെ എടുത്തു നോക്കി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ അതിനർത്ഥമൊക്കെ അദ്ദേഹം ഇങ്ങനെ മനസ്സിലാക്കി. In the name of Allah, the entirely merciful, the specially merciful. Alhamdulillahi Rabbil Alameen. Praise be to God who is the Lord of the worlds. അങ്ങനെ അദ്ദേഹം അതിൻ്റെ മൈനകൾ ഇങ്ങനെ വായിച്ചു പോവുകയാണ്. റുക്കുവിലേക്ക് പോകുന്ന പൊസിഷനും അതിൽ പറയുന്നതും അദ്ദേഹം പറയാം, ഞാൻ കുറച്ച് ദിവസങ്ങൾ ഇതിങ്ങനെ വായിക്കുന്നു, എനിക്ക് ഖുർആൻ്റെ ഒരു കോപ്പി വേണമെന്നായി, ഞാനത് സംഘടിപ്പിച്ചു. വിശുദ്ധ ഖുർആൻ ഞാൻ ഒരു തവണ വായിച്ചു. അത് എളുപ്പമായിരുന്നില്ല, കാരണം ഒരുപാട് പേജുകളുണ്ട്. പക്ഷെ ഞാൻ ഇരുന്ന് ഞാൻ വായിച്ചു. എനിക്ക് നിസ്കരിക്കണമെന്ന് തോന്നി. അദ്ദേഹം പറയാ, ഞാൻ അല്ലാഹു അക്ബർ എന്ന് ചൊല്ലി, അപ്പോഴേക്കും എൻ്റെ കണ്ണെന്ന് കണ്ണുനീർ ഒഴുകി വരാൻ തുടങ്ങി. എനിക്ക് കണ്ണിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാനൊരു അരമണിക്കൂറോളം കരഞ്ഞു. ഞാൻ നിസ്കരിച്ചില്ല, പിന്നെ അവിടെ ഇരുന്നു, എന്നെ കൊണ്ട് പറ്റിയില്ല. അരമണിക്കൂറോളം ഞാൻ കരഞ്ഞു. എന്നിട്ട് ഞാൻ ഒന്ന് ട്രൈ ചെയ്തു, എങ്ങനെയാണ് എൻ്റെ കൂട്ടുകാരെ നിസ്കരിച്ചത്, അങ്ങനെ ഒന്ന് നിസ്കരിക്കാൻ. രണ്ടാമത്തെ തവണ വീണ്ടും എനിക്ക് കരച്ചിൽ വന്നു. അങ്ങനെ ഞാൻ സ്വയം ഈ ആരാധനയുടെ പൊസിഷനും അത് പറയുന്ന വാചകങ്ങളും ചൊല്ലിയപ്പോഴേ ഇത് എത്രത്തോളം മനോഹരമായ വാക്കുകളാണ് നമ്മൾ ഈ ഉച്ചരിക്കുന്നത്. സമിഅ അല്ലാഹു ലിമൻ ഹമിദ റബ്ബനാ വലക്കൽ ഹംദു മിൽ അസ്സമാവാതി വമിൽ അൽ അർദ് വമിൽ മാ ശിഅത മിൻ ഷൈഇൻ ബഅദ്. ഖുർആൻ സൂറകളുടെയും ഫാത്തിഹയുടെയും അത്തഹിയാത്തിൻ്റെയും ആശയങ്ങൾ അദ്ദേഹം പറഞ്ഞു, ദിസ് ഈസ് സോ പവർഫുൾ. അങ്ങനെ അദ്ദേഹം അവിടുത്തെ ഇസ്ലാമിക് സെൻറ്ററിൽ ചെന്നിട്ട്, അവിടുത്തെ ന്യൂ മുസ്ലിം സെൻറ്ററിൽ ചെന്നിട്ട് അദ്ദേഹം തൻ്റെ ഇസ്ലാം പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ്. അദ്ദേഹം പറഞ്ഞു, എന്നെ ആകർഷിച്ചത് ഇസ്ലാമിലെ ഈ ആരാധനയുടെ ഭംഗിയാണ്. നമുക്കെപ്പോഴും തോന്നിയിട്ടുണ്ടോ ഇതിന് ഭയങ്കര ഭംഗിയുണ്ട്, നിസ്കാരത്തിന് ഇത്ര ഭംഗിയുണ്ട് എന്ന്? നമ്മൾ നിൽക്കുന്നതും ഇങ്ങനെ റുക്കൂഇൽ നിൽക്കുന്നതും സുജൂദിലേക്ക് എത്തിയതാലും സുജൂദിൽ പോകുന്നതും അത്തഹിയാത്തും അവിടെ ഇരുന്ന് ചൊല്ലുന്നതും നമ്മുടെ അനക്കവും അടക്കവും നമ്മൾ കഅബയെ ഫേസ് ചെയ്യുന്നതും ഓരോ വാക്കുകളും. അതുകൊണ്ടാണ് വസ്വലാത്തു നൂറുൻ, നിസ്കാരം ഒരു പ്രകാശമാണ്. ഇത് കാരുണ്യവാനായ അല്ലാഹു
റഷീദായ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ ഹൃദയങ്ങളെ സമാധാനത്തിലേക്ക് നയിക്കാൻ അല്ലാഹു നിശ്ചയിച്ച റബ്ബിന്റെ വഴിയാണ് നിസ്കാരം. നമ്മൾ സമാധാനം കിട്ടണമെങ്കിൽ എവിടേക്കും പോണ്ടേ, എന്തെങ്കിലും ചെയ്യണ്ടേ? സമാധാനം കിട്ടാൻ മനുഷ്യർക്ക് റബ്ബ് നിശ്ചയിച്ച വഴിയാണ് 5 നേരത്തെ നിസ്കാരം. അത് കൃത്യമായി നിർവഹിക്കുന്നവർക്ക് സമാധാനമുണ്ട്. നൂറുൻ, അത് പ്രകാശമാണ്. നമ്മുടെ ചുറ്റുവട്ടത്തും എത്ര ഇരുട്ടുകൾ വീണാലും നമ്മൾ പ്രകാശത്തിലാണ് നിൽക്കുന്നത്. ഇതാ നിസ്കാരത്തിന്റെ പ്രത്യേകത. ചുറ്റുവട്ടത്തും ഘനീഭവിച്ച ഇരുട്ടുകളായിരിക്കും, പക്ഷേ നമ്മൾ വെളിച്ചത്തിലാണ്. നമുക്ക് വെളിച്ചമുണ്ട്, ചുറ്റുവട്ടത്ത് ഇരുട്ട്, എന്താ കുഴപ്പം? നമുക്ക് വെളിച്ചമുണ്ട്, നമ്മൾ ജീവിക്കുന്ന വെളിച്ചത്തിലാണ്. അതുകൊണ്ട് നിസ്കാരം എന്ന ഇബാദത്ത് റഷീദായ അല്ലാഹു മനുഷ്യന് നിശ്ചയിച്ച വിജയത്തിന്റെ ഒരു മാർഗദർശനമാണ്, സമാധാനത്തിന്റെ ഒരു മാർഗദർശനമാണ്, സലാമത്തിന്റെയും സആദത്തിന്റെയും മാർഗദർശനമാണ്. സമാധാനം വേണം, സന്തോഷം വേണം. ഇത് രണ്ടും അല്ലാഹുവിന്റെ അനുസരണയിലാണ് അല്ലാഹു തആല വെച്ചിട്ടുള്ളത്. വസ്സദഖത്തു ബുർഹാൻ, സ്വതക്ക എന്നത് മനുഷ്യന്റെ വിശ്വാസത്തിന്റെ അടയാളമാണ്. ഈമാനുണ്ട് എന്നറിയിക്കുന്ന അടയാളമാണ് ദാനധർമ്മം ചെയ്യുന്നത്. പിഷ്കന്മാർക്കത് കിട്ടൂല. വസ്സബ്റു ദിയാ, ക്ഷമ എന്നത് ഒരു പ്രഭയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം വൃത്തിയെക്കുറിച്ച് പറഞ്ഞു, അല്ലേ? തുഹൂറിനെ കുറിച്ച് പറഞ്ഞു, സുബ്ഹാനല്ലാഹിയും അൽഹംദുലില്ലാഹിയും പറഞ്ഞു. നിസ്കാരം ഒരു വെളിച്ചമാണ്. സ്വതക്ക എന്നത് നിങ്ങളുടെ ഈമാനിന്റെ ബുർഹാനാണ്, നിങ്ങളുടെ ഈമാനിന്റെ പ്രൂഫാണ്. സ്വതക്ക ഈമാന്റെ പ്രൂഫ് ഉണ്ടോ? പ്രൂഫ് എവിടെയെന്ന് ചോദിക്കൂലേ? സ്വതക്കയാണ് അതിന്റെ പ്രൂഫ്. നിങ്ങൾ സ്വതക്ക ചെയ്യുന്നവരാണോ? അല്ലാത്തവർക്കൊരു പിടുത്തം വരും, കൊടുക്കാൻ തോന്നൂല. ഞാനും എൻ്റെ കുട്ടികളെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടല്ലേ കൊടുക്കേണ്ടതുള്ളൂ എന്നൊക്കെ വെറുതെ തോന്നും. കുട്ടികളെ മുഴുവൻ ആവശ്യങ്ങൾ തീർന്നിട്ട് വല്ലതും ലോകത്ത് ചെയ്യാൻ പറ്റുമോ? പിന്നെ പറഞ്ഞു വസ്സബ്റു ദിയാ, ക്ഷമ എന്നത് വെളിച്ചമാണ്, ക്ഷമ എന്നത് പ്രഭയാണ്. ഇന്നത്തെ കാലഘട്ടം പ്രത്യേകിച്ച് നമ്മുടെ യുവാക്കളും യുവതികളും വിദ്യാർത്ഥിനികൾ ക്ഷമ എന്ന് പറയുന്ന വലിയൊരു ഇബാദത്ത് ചെയ്താൽ അവർക്ക് രക്ഷപ്പെടാൻ പറ്റും. ക്ഷമയാണ്. കൂട്ടുകാരികളും ചെയ്യുന്ന അഭിപ്രായങ്ങൾ കോപ്പിയടിക്കാതിരിക്കുക. അത് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്തതാണെങ്കിൽ ചെയ്യാതിരിക്കുക. ക്ഷമയില്ല, അതൊന്നും കാത്തിരിക്കാൻ വയ്യ. എൻ്റെ ഹോർമോണുകൾ അങ്ങനെയാണ്, അതിലിപ്പോൾ എന്താ കുഴപ്പം, അതിലിപ്പോൾ എന്താ സംഭവിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കുന്നൊരു തരത്തിലേക്ക് മക്കൾ മാറിയാൽ അള്ളാഹുവിൻ്റെ നിയമത്തെ തിൽക ഹുദൂദുല്ലാഹ്, അത് അള്ളാഹുവിൻ്റെ ബോർഡറുകളാണ്. ആ ബോർഡറുകൾ നിങ്ങൾ മറികടക്കരുതേ എന്ന് അള്ളാഹു തആല പറയാണ്. ഇന്നല്ലാഹ ലയഗാർ, അള്ളാഹുവിൻ്റെ വലിയ ആത്മാഭിമാന രോഷമുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. വഗീറതുഹു, അല്ലാഹുവിന് ഏറ്റവും വലിയ ഗീറത്ത്, ദേഷ്യം വരുന്നത് അൻ തുൻതഹക ഹുറുമാത്ത്, അല്ലാഹുവിൻ്റെ ഹുർമത്തുകൾ പിച്ചു ചീന്തപ്പെടുമ്പോഴാണ്. അതുകൊണ്ട് ക്ഷമ എന്നത് ദിയാ, അതൊരു പ്രഭയാണ്. വിവാഹിതനാകുന്ന സമയം വരെ, ശേഷവും വേണം, പക്ഷെ അതുവരെ നിർബന്ധമായിട്ടും ഒരു വലിയൊരു ക്ഷമയുടെ വലയത്തിലാണ് നമ്മുടെ മക്കൾ ജീവിക്കേണ്ടത്. ഹറാമിന്റെ എല്ലാ സാധ്യതകളും സാഹചര്യങ്ങളും മുമ്പിലുണ്ടായിരിക്കും. വൽ ഖുർആനു ഹുജ്ജത്തുൻ ലക ഔ അലൈക്, ഖുർആൻ ഒന്നുകിൽ നിനക്ക് അനുകൂലമായി സാക്ഷി നിൽക്കും, ഔ അലൈക്, അല്ലെങ്കിൽ നിനക്ക് പ്രതികൂലമായി സാക്ഷി നിൽക്കും. രണ്ടാലൊന്നാണ് ഖുർആൻ. ഖുർആൻ നാളെ സാക്ഷി പറയും. അതൊന്നുകിൽ നമുക്ക് അനുകൂലമായിട്ട് പറയും, അല്ലെങ്കിൽ നമുക്ക് പ്രതികൂലമായിട്ട് പറയും. ഏത് തരത്തിലാണ് ഖുർആൻ നമുക്ക് സാക്ഷിയാവാൻ പോകുന്നത് എന്ന് നമുക്ക് തന്നെ ഒരു ധാരണ വേണം. അൽ ഖുർആനു ഹുജ്ജത്തുൻ ലക ഔ അലൈക്, ഖുർആൻ ഈസ് എ വിറ്റ്നസ് ഇൻ ഫേവർ ഓഫ് യു ഓർ അഗെയിൻസ്റ്റ് യു. രണ്ടാലൊന്നാ സംഭവിക്കുക. ഖുർആൻ സാക്ഷി പറയും, അല്ലാഹുവേ, ഞാൻ അവൻ്റെ മുമ്പിലുണ്ടായിട്ട് എന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഞാനന്ന് ഒരു ആപ്പ് അവൻ്റെ കയ്യിലുണ്ടായിരുന്നു, അന്ന് ഓപ്പൺ ആക്കിയാൽ മതിയായിരുന്നു. അവൻ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ആക്കുന്നുണ്ട്, ഫേസ്ബുക്ക് ഓപ്പൺ ആക്കുന്നുണ്ട്, ഞാൻ ഇപ്പുറത്തിരിക്കുന്നുണ്ട്, എന്നെ തൊട്ട് നോക്കിയിട്ടില്ല. മുസ്ഹഫ് ഉണ്ട്, എന്നെടുത്ത് ഓതിയിട്ടില്ല. ഹിഫ്ദുണ്ടായിരുന്ന സൂറകളുണ്ടായിരുന്ന അവൻ്റെ ഖൽബിൽ തിരിഞ്ഞു നോക്കിയിട്ടില്ല റബ്ബേ. പത്രങ്ങളും ന്യൂസുകളും ഒക്കെ വായിച്ചിട്ടുണ്ട്, പക്ഷെ ഒരു പേജ് എന്നെ ഓതാൻ അവന് സമയം കിട്ടിയിട്ടില്ല. വിശുദ്ധ ഖുർആൻ ഹുജ്ജത്തുൻ അലൈക്, എതിരായി സാക്ഷി പറയുന്ന ഈ ഒരു ഉപദേശം ജീവിതത്തിന്റെ എല്ലാ ആവശ്യങ്ങളും നിർവഹിക്കപ്പെടാനുള്ള വെളിച്ചം ഈ ഒരൊറ്റ ഹദീസിലുണ്ടെന്നാണ്. എന്നിട്ട് പറഞ്ഞു, കുല്ലുന്നാസു യഗ്ദു, എല്ലാവരും രാവിലെ നേരം വെളുത്ത് വീട്ടിൽ നിന്ന് ബെഡിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ഫബായിഉൻ നഫ്സഹു ഫമുഅ്തിഖുഹാ, അങ്ങനെ സ്വന്തം ശരീരത്തിന്റെ ആഗ്രഹങ്ങളുടെ തടവറയിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുവരുന്നവരുണ്ട്, രക്ഷപ്പെടുത്തുന്നവരുണ്ട്. ഔ മൂബിഖുഹാ, ശരീരത്തിന്റെ ആഗ്രഹങ്ങളുടെ തടവറയിൽ കൊണ്ടുപോയി സ്വന്തം നഫ്സിനെ തളച്ചിടുന്ന മനുഷ്യരുമുണ്ട് ഓരോ ദിവസവും. അല്ലാത്ത വാക്കാണത്. കുല്ലുന്നാസി യഗ്ദു, എല്ലാവരും രാവിലെ പോകുന്നുണ്ട് വീട്ടിൽ. കുട്ടികൾ സ്കൂളിൽ പോകുന്നുണ്ട്, കോളേജിൽ പോകുന്നുണ്ട്, ഡ്രൈവർമാർ ഇറങ്ങുന്നുണ്ട്, കൂലിപ്പണിക്കാരിറങ്ങുന്നുണ്ട്, അധ്യാപകർ ഇറങ്ങുന്നുണ്ട്, എഞ്ചിനീയേഴ്സ് ഇറങ്ങുന്നുണ്ട്, വലിയ വിഷനറീസ് എല്ലാവരും ഇറങ്ങുന്നുണ്ട് രാവിലെ.
എല്ലാവരും പോകുന്നുണ്ട്. കുല്ലുന്നാസി യഗ്ദു ഫബായിഉൻ നഫ്സഹു ഫമുഅ്തിഖുഹാ, നഫ്സിനെ മോചിപ്പിക്കുന്നവരുണ്ട്. അതുകൊണ്ട് ഫ്രീഡം വേണം, സ്വാതന്ത്ര്യം വേണം എന്ന് വാദിക്കുന്നതിന്റെ ഒരു മറുവശം എന്താണെന്നറിയോ? ഈ സ്വാതന്ത്ര്യം വേണമെന്ന് പറയുന്നത് ശരിക്കവർ ശരീരത്തിന്റെ അടിമയാവണം എന്നാണ് പറയണത്, അല്ലെ? അവർ പറയുന്ന സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ ആഗ്രഹങ്ങളുടെ അടിമയാവുക എന്നാണ്. നേരെ മറിച്ച് നമ്മൾ ആ സ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കുകയോ അതിനെ റീഡിഫൈൻ ചെയ്യുകയോ ചെയ്യാൻ, നമ്മൾ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് വിധേയമായി ജീവിക്കുമ്പോഴാണ്. അപ്പൊ നമുക്ക് സമാധാനമുണ്ട്. നമ്മൾ ആരുടെ അടിമയാണ്? അള്ളാഹുവിന്റെ അടിമയാണ്. സ്വാതന്ത്ര്യം വാദിക്കുന്ന ആളുകൾ അവന്റെ ശരീരത്തിന്റെ ദുഷ്ടമായ ആഗ്രഹങ്ങളുടെ അടിമയാണ്. സ്വാതന്ത്ര്യമല്ല അവിടെ നടക്കുന്നത്. നമ്മളെ ഇഷ്ടപ്പെടുമ്പോൾ നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കാൻ തുടങ്ങുന്നതാണ്. നമ്മുടെ വിജയവും നമ്മുടെ സേഫ്റ്റിയും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ സേഫ്റ്റിക്ക് നമ്മൾ അഭയം പ്രാപിക്കേണ്ട ഇടം അള്ളാഹു ജല്ല ജലാലുവിന്റെ മുമ്പിലാണ്. നമ്മൾ രക്ഷപ്പെടണം, എനിക്ക് സുരക്ഷ വേണം, അതുകൊണ്ട് അഭയം നൽകുന്നത് അള്ളാഹുവാണ്. അതുകൊണ്ട് റബ്ബ് തആലയെ നമ്മൾ പ്രാപിക്കാൻ തുടങ്ങും. അള്ളാഹുവിനെ പ്രാപിക്കണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയങ്ങളിൽ അള്ളാഹു പ്രകാശം തരും. ആ പ്രകാശം കിട്ടിയാൽ നമ്മുടെ എല്ലാ മാലിന്യങ്ങളെയും തുടച്ചു നീക്കാൻ സാധിക്കും. അതുകൊണ്ട് അള്ളാഹു സത്യം സത്യമായി കാണിച്ചു കൊടുക്കും, ബാത്തിൽ ബാത്തിലായും കാണിച്ചു കൊടുക്കും. അപ്പോഴാണ് നമ്മൾ റഷീദായി മാറുക. നന്മ നന്മയായും തിന്മ തിന്മയായും കാണാൻ കഴിയുമ്പോൾ നേരായ മാർഗത്തിലേക്ക് നമ്മൾ മാർഗദർശനം ലഭിക്കുകയാണ്. وَلَعَلَّ مَا فِي النَّفْسِ مِنْ آيَاتِهِ عَجَبٌ عُجَابٌ لَوْ تَرَى عَيْنَاكَ وَالْكَوْنُ مَشْحُونٌ بِأَسْرَارٍ إِذَا حاولت تفسيرا لها أعياك قل للطبيب تخطفته يد الردى يا شافي الأمراض من أرداك ولعل ما في النفس من آياته. നമ്മുടെ ശരീരത്തിൽ അള്ളാഹു നിക്ഷേപിച്ചിട്ടുള്ള ഒരുപാട് അത്ഭുതങ്ങൾ, ദൃഷ്ടാന്തങ്ങൾ, അത്ഭുതങ്ങളാണ് മനുഷ്യ ശരീരം. അജബുൻ ഉജാബുൻ, അത്ഭുതങ്ങളിലെ വലിയ അത്ഭുതമല്ലേ ലൗ തറാ ഐനാക, നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റിയാൽ. മനുഷ്യ ശരീരം, നമ്മുടെ കൈ ചലിപ്പിക്കണമെങ്കിൽ നൂറുകണക്കിന് പേശികൾ ഇവിടെ വർക്ക് ചെയ്യണം. നമ്മുടെ കൈ ഉയർത്തണമെങ്കിൽ, നമുക്കൊന്ന് റുകൂഅ ചെയ്യണമെങ്കിൽ, സുജൂദ് ചെയ്യണമെങ്കിൽ, അത്ഭുതങ്ങളുടെ അത്ഭുതമാണ് മനുഷ്യൻ. വൽകൗനു മശ്ഹൂനുൻ ബിഅസ്റാരിൻ ഇദാ ഹാവൽത തഫ്സീറൻ ലഹാ അഅയാക, പ്രപഞ്ചം മുഴുവനും അത്ഭുതങ്ങളുടെ കലവറയാണ്. ഇതൊക്കെ ആലോചിച്ച് നോക്കിയാൽ ഹാവൽത തഫ്സീറൻ ലഹാ അഅയാക, നീ തളർന്നു പോകും ചിന്തിച്ചാലോചിച്ചിട്ട്. എന്നിട്ട് പറയാണ് ഖുല്ലി ത്വബീബ്, ഡോക്ടറോട് ചോദിക്കിൻ, തഖത്തഫതുഹു യദുറദ, ഡോക്ടർ മരിച്ചുപോയി. ഡോക്ടറോട് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ ഇങ്ങനെ മരുന്നും അതിൻ്റെ പ്രതിവിധിയും എല്ലാം കയ്യിലുണ്ടായിട്ട് എങ്ങനെയാണ് മരണം നിങ്ങളെ കൊണ്ടുപോയത്? യാ ഷാഫിയൽ അംറാദി മൻ അർദാക ഖുല്ലിൽ മരീദി നജാ വഉഫിയ ബഅദമാ അജ്സത് ഫുനൂനു തിബ്ബി മൻ ആഫാക. ചില രോഗികളോട് ചോദിക്കിൻ, ഡോക്ടർമാർ പറഞ്ഞു കൊണ്ടുപോയിക്കോളൂ, തീർന്നു, ഇനിയില്ല, ആകെ ഒരു 6 ദിവസമൊക്കെ ഞങ്ങൾ കണക്കിൽ കാണുന്നുള്ളൂ, 3 ദിവസം ഉപ്പാക്കും ഉമ്മാക്കും എന്താ ഇഷ്ടമുള്ളത് ഭക്ഷണം എന്താ കൊടുത്തേക്ക്, മക്കളൊക്കെ കാണിച്ചു കൊടുക്കിൻ. 5 ദിവസം 6 ദിവസത്തോടു കൂടെ തീരുന്ന ഞങ്ങൾ കാണുന്നത്. ഡോക്ടർമാർ പറയാറില്ലത്. അങ്ങനെ വിട്ട രോഗികളിൽ കൊല്ലങ്ങളോളം ജീവിച്ച രോഗികളുണ്ട്. ആ രോഗികളോട് ചോദിക്കിൻ, ബഅദമാ നജാ വഉഫിയ ബഅദമാ അജ്സത് ഫുനൂനു തിബ്ബി മൻ ആഫാക, മരുന്നുകളും മെഡിസിനും പരാജയപ്പെട്ടിടത്ത് ആരാണ് രോഗിയെ നിനക്ക് ആഫിയത്ത് തന്നത് എന്ന് ചോദിക്കിൻ. അത്ഭുതങ്ങളുടെ അത്ഭുതമല്ലേ അത്? ഡോക്ടർമാർക്ക് അവരുടെ കാൽക്കുലേഷൻ ബിയോണ്ട് ദിയർ കാൽക്കുലേഷൻ, അവർക്കൊന്നും പറയാൻ അറിയില്ല. ദിസ് ഇസ് എ മിറക്കിൾ, അവരതാ പറയാം, ഇതൊരു മഹാത്ഭുതമാണ്, ഒന്നും പറയാനില്ല. ആ രോഗികൾ പിന്നീട് ഡോക്ടറെ കാണുമ്പോഴേ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ, സുബ്ഹാനല്ലാഹ്, മരിച്ചു പോകുന്നു വിചാരിച്ചതാണ്. വലിയ വലിയ അസുഖങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നില്ലേ? എന്നാൽ ഖുല്ലിസ്സഹീഹി യമൂതു ലാ മിൻ ഇല്ലത്തിൻ, ഒരു രോഗവുമില്ലാതെ പെട്ടെന്ന് മരിച്ചു പോകുന്ന ആരോഗ്യമുള്ള ചെറുപ്പക്കാർ, ഒരു കുഴപ്പമില്ല, അറ്റാക്ക്. മൻ ബിൽ മനായാ യാ സഹീഹു ദഹാക, ആരോഗ്യമുള്ളവനെ ആരാണ് നിനക്ക് മരണം തന്നത്? നല്ല ആരോഗ്യത്തിന് പോകും, ഇപ്പൊ അടുത്തൊന്നും മരിക്കൂല എന്നാ വിചാരിച്ചത്, പക്ഷെ പെട്ടെന്ന് മരിച്ചുപോയി. ഖുല്ലിൽ ബസീരി വകാന യഹ്ദറു ഹുഫറതൻ ഫഹവാ ബിഹാ മൻ ദല്ലദീ അഹ്വാക, 2 കണ്ണും കാണുന്ന ഒരാൾ,
അങ്ങനത്തെ ഒരു പോയി കുഴിയിൽ ചാടുന്നുണ്ട്, നീ എങ്ങനെയാലും വീണുപോയത്. ഇപ്പുറത്ത് രണ്ട് കണ്ണും കാണാത്ത ആളുകൾ ജനത്തിരക്കുള്ള റോഡിനിടയിലൂടെ, ആളുകൾക്കിടയിലൂടെ, വാഹനത്തിനിടയിലൂടെ ഒരു കുഴിയിലും ചാടാതെ രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. രണ്ട് കണ്ണുള്ള ആൾക്കാർ കുഴിയിൽ വീഴുന്നുണ്ട്. എന്താ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഭക്ഷണം വായിലേക്ക് വെച്ചു കൊടുക്കാൻ ഭക്ഷണം കാണാതെ അറിയാതെ ഒരു കുഞ്ഞെങ്ങനെയാണ് ഉമ്മയുടെ ഗർഭാശയത്തിൽ വളരുന്നത്? കുഞ്ഞെ, ആരാണ് നിന്നെ വളർത്തുന്നത്? വേസ്റ്റ് പോകുന്നില്ല, മൂത്രമൊഴിക്കുന്നില്ല, പക്ഷെ കുട്ടിയുടെ ശരീരം ഗ്രോത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ശരീരം വളരുന്നുണ്ട്, പക്ഷെ വേസ്റ്റ് ഇല്ല. എങ്ങനെയാണിത് സംഭവിച്ചത്? പിറന്നു വീണ കുഞ്ഞ് പ്രസവിച്ചു കഴിഞ്ഞാൽ വല്ലാണ്ട് കരയും, ഉറക്ക കരയും കുഞ്ഞ്. ആ കരച്ചിൽ വന്നില്ലെങ്കിൽ പേടിയാണ്. കുഞ്ഞ് കരഞ്ഞിട്ടില്ല, എന്തോ അസുഖമുണ്ടെന്നാ പറയാ. ആ കുഞ്ഞിനെ ആരാണ് ഇങ്ങനെ കരയാൻ പഠിപ്പിച്ചത്? പിന്നെ ചോദിക്കുകയാണ്, പാമ്പിനെ കണ്ടിട്ടില്ലേ അത് വിഷം ചീറ്റുന്നത്? ആരാണ് പാമ്പേ നിന്റെ വായിൽ ഇങ്ങനെ വിഷം തന്നത്? നീ അത് മാത്രല്ല, ആ വായിൽ വിഷം വെച്ചിട്ട് നീ എങ്ങനെ ജീവിക്കണത് പാമ്പേ? അത്ഭുതമല്ലത്? പാമ്പ് ചത്തുപോണില്ലല്ലോ, വായിൽ മൊത്തം വിഷമാണ്. അത് മറ്റൊരാളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഉടനെ മരിച്ചു പോകുന്നു. പാമ്പിനോട് ചോദിക്കിൻ, പാമ്പേ, സർപ്പമേ, നിന്റെ വായിൽ മുഴുവൻ വിഷാണല്ലോ, എന്നിട്ട് എങ്ങനെ നീ ജീവിച്ചു പോണത്? അത്ഭുതമല്ലേ ഇത്? അതിന്റെ ശരീരത്തെ മാത്രം ഡാമേജ് ചെയ്യുന്നില്ലല്ലോ. തേനീച്ചയുടെ ശരീരത്തിൽ നിന്നും പുറപ്പെടുന്ന തേന് ആരാണതിന് ഇത്ര മധുരം കൊടുത്തത്? ആരാണതിന് ഇത്ര രസം കൊടുത്ത് രുചി കൊടുത്തത്? ഒരു മൃഗത്തിന്റെ, ഒരു കന്നുകാലിയുടെ, ആടിന്റെയോ പശുവിന്റെയോ അകടിൽ പാലുണ്ടാവുന്നത് രക്തവും വിസർജ്യവും കടഞ്ഞെടുത്തതിനുള്ളിൽ നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പാലുൽപാദിപ്പിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. ഇത് അത്ഭുതങ്ങളുടെ അത്ഭുതമല്ലേ? وإذا رأيت الحي يخرج من حنا يا ميت فاسأله من أحياك. ജീവനും മരണവും ജീവിതവും മരണവും സംവിധാനിക്കുന്ന അല്ലാഹുവേ, നിന്റെ കഴിവുകൾ അപാരമാണ് റബ്ബേ. അത്ഭുതങ്ങളുടെ അത്ഭുതമാണ് പടച്ചവനെ ഈ ലോകം. അല്ലാഹുവേ, നീ നൽകുന്ന ഈ ലോകം അത്ഭുതങ്ങളുടെ അത്ഭുതമാണ്. وإذا سألك عبادي عني فإني قريب أجيب دعوة الداعي إذا دعان فليستجيبوا لي وليؤمنوا بي لعلهم يرشدون. وإذا سألك عبادي عني, നബിയേ, എൻ്റെ അടിമകൾ എന്നെ കുറിച്ച് ചോദിച്ചാൽ, വഇദാ സഅലക ഇബാദി അന്നി, അല്ലാഹു പടച്ചതമ്പുരാനോട് പറഞ്ഞാൽ കേൾക്കുവോ? അല്ലാഹു ഞങ്ങളെ കേൾക്കുന്നുണ്ടോ നബിയെ? പടച്ചവനോട് ഞങ്ങൾ എങ്ങനെയാ പറയേണ്ടത്? അല്ലാഹുവിനോട് ചോദിച്ചിട്ട് കാര്യമുണ്ടോ? അല്ലാഹു എവിടെയാണ് എന്നൊക്കെ ചോദിച്ചു വരുമ്പോൾ പറയണേ, ഫഇന്നി ഖരീബ്, ഞാൻ നിങ്ങളുടെ അരികത്ത് തന്നെയുണ്ട്. അല്ലാഹു അടുത്ത് തന്നെ ഉണ്ട്. അല്ലാഹുവിൻ്റെ ഫിസിക്കൽ നിയർനെസ് അല്ല പറയുന്നത്, അല്ലാഹുവിൻ്റെ ഖുദ്റത്ത് കൊണ്ടും റഹ്മത്ത് കൊണ്ടും അല്ലാഹു നമ്മോടൊപ്പമുണ്ട്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ, എന്നോട് ദുആ ചെയ്യുന്നവരുടെ ദുആ ഉത്തരം കൊടുക്കാൻ ഞാൻ അടുത്തു തന്നെയുണ്ട്. ഫൽയസ്തജീബൂലി, ഞാൻ അവരോട് ചിലത് ചോദിച്ചിട്ടുണ്ട്, അതിനവരെനിക്ക് ഉത്തരം തരണം. വൽയുഅ്മിനൂ ബി, അവരെന്നിൽ വിശ്വസിക്കുകയും വേണം. ലഅല്ലഹും യർഷുദൂൻ, അവർക്ക് നേർമാർഗം ഞാൻ കാണിച്ചു കൊടുക്കും. അല്ലാഹു റഷീദാണ്. നേർമാർഗം കിട്ടണം. നമുക്ക് ഈ ലോകത്ത് ആവശ്യമാണ്. ലക്ഷ്യം പ്രാപിക്കണ്ടേ? ഈ ലോകത്ത് നമ്മൾ എവിടെ യാത്ര ചെയ്യുകയാണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും ലക്ഷ്യം പ്രാപിക്കണം. നമ്മുടെ ലക്ഷ്യം അള്ളാഹുവിൻ്റെ തൃപ്തിയാണ്. നമ്മുടെ ലക്ഷ്യസ്ഥാനം ഇൻഷാ അള്ളാഹ് സ്വർഗമാണ്. നമ്മൾ സന്തോഷിപ്പിക്കുന്ന അള്ളാഹു ജല്ല ജലാലുവിനെയാണ്. നമ്മുടെ മാതാപിതാക്കളെക്കാളും ആരെക്കാളും നമ്മളെ സ്നേഹിക്കുന്നത് അള്ളാഹുവാണ്. അള്ളാഹുവിൻ്റെ സ്നേഹത്തോളം ഒരു ലവർക്കും ഒരു പാരന്റിനും ആർക്കും സ്നേഹിക്കാൻ കഴിയില്ല. അള്ളാഹു അത്രമേൽ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തിയാണ് നമ്മുടെ ലക്ഷ്യം.
അള്ളാഹു നമ്മളെക്കുറിച്ച് തൃപ്തിപ്പെടണം. ആ ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ ജീവിക്കുന്നത്. അതിൻ്റെ മാർഗം ഇതാ വളരെ മനോഹരമായി ഹദീസിൻ്റെ കിതാബുകളിൽ, വിശുദ്ധ ഖുർആൻ്റെ വ്യാഖ്യാനങ്ങളിൽ അള്ളാഹു ജീവിതത്തിൻ്റെ വഴികൾ നമുക്ക് മനസ്സിലാക്കി തന്നിരിക്കുകയാണ്. അതുകൊണ്ട് അള്ളാഹു റഷീദായ അള്ളാഹുവിനോട് ഇസ്തിഖാമത്തിനെ ചോദിക്കണം. അള്ളാഹുവിനോട് ഹിദായത്തിനെ ചോദിക്കാൻ പറഞ്ഞതാണ് സൂറത്തുൽ ഫാത്തിഹയുടെ ഏറ്റവും വലിയ പ്രത്യേകത. സൂറത്തുൽ ഫാത്തിഹ, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ. അള്ളാഹുവേ, ഞങ്ങൾക്ക് സജ്ജനങ്ങൾക്ക് നീ കൊടുത്ത മാർഗം നീ കാണിച്ചു തരണമേ. അള്ളാഹു ഏറ്റവും വലിയ കാരുണ്യവാനാണ്, സൃഷ്ടാവ്. സൃഷ്ടികളിൽ ഏറ്റവും വലിയ കരുണ ചെയ്തതാരാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്കുള്ള വഴിയാണ് റഷീദായ അള്ളാഹു കാണിച്ചു തരിക. അതിന് വലിയൊരു കാര്യമാണ് തവക്കുൽ, അള്ളാഹുവിനെ ഭരമേൽപ്പിക്കുക. നമ്മൾ പലപ്പോഴും ആ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. പ്രവാസ ലോകത്താണ് തവക്കുലിൻ്റെ ഏറ്റവും വലിയ പ്രസക്തി കിടക്കുന്നത്. എല്ലായിടത്തും ഉണ്ട്, പക്ഷെ നമ്മെ സംബന്ധിച്ചുള്ളത് ഭയങ്കരമാണ്. കാരണം ഒരു ജോലി, കച്ചവടം, ഇതിനപ്പുറം നമ്മുടെ ലോകമില്ല. അതുമായി ബന്ധപ്പെട്ട് അത് രണ്ടും തകർന്നു പോയാൽ നമ്മൾ ഇല്ലാണ്ടായി പോകും, അല്ലെങ്കിൽ നമ്മളങ്ങ് ഇരുന്നു പോകും. പക്ഷെ ഇരുന്നു പോവരുത്, തളർന്നു പോവരുത്. റിസ്ക് അള്ളാഹു ഏറ്റെടുത്ത വിഷയമാണ്. എൻ്റെ റിസ്ക് അള്ളാഹു ഏറ്റെടുത്തിരിക്കുകയാണ്, എനിക്ക് അള്ളാഹു റിസ്ക് തന്നിരിക്കും എന്ന് കൽബ് കൊണ്ട് ഉറപ്പിക്കാൻ കഴിയണം. ഇതെപ്പോഴാണ് മനസ്സിലാവുന്നല്ലോ? ടെർമിനേഷൻ ലെറ്റർ കിട്ടിയാലാണ് ഈ സ്വഭാവം ഉണ്ടോയെന്ന് അറിയുള്ളൂ, തവക്കുലുണ്ടോയെന്ന് അറിയുള്ളൂ. അല്ലാതെ ഭയങ്കര തവക്കുലൊക്കെ ഉണ്ടാവും. ജോലി നിന്ന് ടെർമിനേറ്റായി, നാളെ മുതൽ പണിക്ക് വരണ്ടെന്നാണ് പറഞ്ഞത്. ചിലർ ബോധം കെട്ട് വീഴും. ഞാൻ എന്താ എൻ്റെ കടങ്ങളൊക്കെ ഞാൻ കുറേ വാരിക്കുട്ടി, കടം വെച്ചല്ലോ, ഇനി എങ്ങനെ ഞാൻ വീട്ടുക? ഒക്കെ വിടും. എൻ്റെ കുട്ടിനെ കെട്ടിക്കാണ്ടല്ലോ പഠിച്ചവനെ, അപ്പോഴേക്കും പണി പോയല്ലോ. കുട്ടിനെ കെട്ടിക്കാൻ പറ്റും? വീട് പണി തീർന്നില്ല, അതൊക്കെ തീരും. അള്ളാഹു എന്നെ ജീവിപ്പിക്കണത് ഈ ഒരു മനുഷ്യൻ്റെ ജോലി കണ്ടിട്ടല്ലോ. അയാൾക്ക് ജോലി കിട്ടിയതും അയാൾ മുതലാളിയായതും അള്ളാഹു ചെയ്ത വേറൊരു വഴിയല്ലേ. അങ്ങനത്തെ ഒരവസ്ഥയിൽ നിന്ന് നിങ്ങളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഉയർത്തിക്കൊണ്ടുവരാൻ റബ്ബിന് കഴിയൂലേ? കഴിയും. അപ്പോൾ ചിലപ്പോൾ ആ പണി പോയപ്പോഴൊക്കെ ആലോചിക്കും, ഇനി പണി വേണ്ട, ഇനി ഒരു കച്ചവടം അങ്ങ് തുടങ്ങാം. അങ്ങനെ ചെറിയ എന്തെങ്കിലും തട്ടിക്കൂട്ടി തുടങ്ങും. അതുമേലായിരിക്കും അള്ളാഹു തആല ബർക്കത്ത് കൊടുക്കുക. പക്ഷെ അങ്ങനെ എന്തെങ്കിലും തുടങ്ങണമെന്ന ധൈര്യം വന്നത് പണി പോയപ്പോഴായിരിക്കും. എന്താണ് തവക്കുൽ എന്ന് അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി തആല അലൈഹിയോട് ചോദിച്ചു, എന്താണ് തവക്കുൽ? അപ്പോൾ ഖത്ഉൽ അമലി മിനൽ മഖ്ലൂഖ്, എല്ലാ സൃഷ്ടികളിൽ നിന്നും നമ്മുടെ പ്രതീക്ഷയെ നമ്മൾ മുറിച്ചു കളയലാണ് തവക്കുൽ എന്ന് പറഞ്ഞാൽ. എല്ലാ സൃഷ്ടികളിൽ നിന്നും, മനുഷ്യന്മാരൊക്കെ സൃഷ്ടികളല്ലേ, അവരിൽ നിന്ന് നമ്മുടെ പ്രതീക്ഷയെ നമ്മൾ മുറിച്ചു കളയുക എന്ന് പറഞ്ഞാൽ അവരിൽ നിന്നൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പിന്നെയോ ഖാലിഖായ അള്ളാഹുവിനോടാണ് ബന്ധിച്ചിട്ടുള്ളത്. നമ്മുടെ അമൽ, നമ്മുടെ പ്രതീക്ഷ അള്ളാഹുവിനോടാണ്, സൃഷ്ടികളോടല്ല. ആ ഒരു സ്റ്റേജിലേക്ക് എത്തുമ്പോഴാണ് അള്ളാഹുവിലേക്ക് തവക്കുലാക്കി എന്ന് പറയാൻ കഴിയുള്ളൂ. അവരെയാണ് ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ, തവക്കുലാക്കുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമാണ്.